ബ്രോ എൻ്റെ ഗ്രാൻഡ് മദർ ഇടയ്ക്കിടെ പബ്ലിക് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി അറിയാതെ വോയിസ് ചാറ്റ് ഓൺ ആക്കിയിട്ട് പിന്നീട് വോയിസ് ചാറ്റ് ക്ലോസ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് അറിയില്ല. ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ചെയ്യാമോ? ഉറപ്പായിട്ടും ചെയ്യാം. വാട്സപ്പിൽ വന്നിട്ടുള്ള വോയിസ് ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഫീച്ചർ കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ളവരാണ്. അറിയാതെ കാണും ഈ ഒരു ഫീച്ചർ കയറി ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പറയുന്ന പല പ്രൈവറ്റ് കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിൽ പബ്ലിക് ആവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ ഓൺ ആക്കുന്നതെന്നും ഇനിയും ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഓഫ് ആക്കണമെന്നും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുകൾ എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് വോയിസ് ചാറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ചാറ്റ് എനേബിൾ ആകും. ആർക്ക് വേണമെങ്കിലും ആ ഒരു വോയിസ് ചാറ്റിലേക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാനും പറ്റും. ഇനിയും അതല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ചാറ്റിന്റെ ഏറ്റവും താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ വോയിസ് ചാറ്റ് എനേബിൾ ആകും. ജസ്റ്റ് ആ ഒരു ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു വോയിസ് ചാറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയുക ഇങ്ങനെയാണ് ഈ ഒരു വോയിസ് ചാറ്റ് ഓൺ ആകുന്നത്, അതിനി ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫ് ആക്കാമെന്നൂടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും അവർ ഈ ഒരു മിസ്റ്റേക്കിലേക്ക് പോകത്തില്ല.